ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരുവിധം ഡ്രൈ സ്കാൽപ്പ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഇതിനൊക്കെ പറ്റിയ ഹെയർ മാസ്ക്. അപ്പോൾ ഞാൻ പൊതുവേ ഇതുവരെ ചെയ്ത ഹെയർ മാസ്കുകളിലെല്ലാം ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഇതിൽ ഓയിൽ കുറച്ചധികം കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്ക് ഇത് ഫോമിലി ഒന്നും സെറ്റ് ചെയ്തിട്ടല്ല, ജസ്റ്റ് നമ്മൾ കൈക്കണക്ക് കാര്യങ്ങൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫോമിൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഫോമിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അളന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ടും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അവസാനം ലോങ് ടൈം ഇരിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നും കൂടി കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുക്കാനൊക്കെയാണ് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരിക്കലും കൈക്കണക്കിൽ ചെയ്യരുത്. നമ്മൾ ഫോമിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്തത്? ഇതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് തലയോട്ടിയും അതുപോലെ തന്നെ മുടിയും ഒരുപോലെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാണ്. അപ്പോൾ ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഓയിൽ സെപ്പറേറ്റ് പറ്റേണ്ട കാര്യമില്ല. എന്നിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ഫ്രൂട്ട്സാണ് ഞാനിതെടുത്തിരിക്കുന്നത്. ഇത് ബനാന ഉണക്കിയതും പിന്നെ അവോക്കാഡോ ഉണക്കിയതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡ്രൈഡ് റോസ്മേരി ലീവ്സ്, പിന്നെ നമ്മുടെ കറുത്ത ജീരകം. ഇത് രണ്ടും ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ല ഒരു കാര്യമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്കാൽപ്പിലൊക്കെ നല്ലതാണ്. ഈ കറുത്ത എള്ള്, തൊലി കളയാത്ത എള്ളാണ് ഇത്. അത് നമുക്ക് മുടി ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവില്ലേ, നമുക്ക് അതൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. അത് ഇട്ട് കൊടുത്തു. ഇനി ഡ്രൈ ചെയ്ത കോക്കനട്ടാണ് ഇത്. ഷ്രെഡഡ് കോക്കനട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ടിൻ്റെ പൗഡർ ഇല്ലേ, അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഫ്രഷ് കോക്കനട്ട് ജ്യൂസ് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി അടുത്ത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒന്ന്. അതായത് നമ്മുടെ തൈര്, അതായത് മുടിക്ക് നല്ല ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് ഡ്രൈ ചെയ്ത തൈരാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോ ഇടാം. ഇത് മൈലാഞ്ചിയുടെ പൊടിയാണ്. ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ചിലവർക്ക് ഇപ്പോൾ ഇതിപ്പോൾ മുടിയുടെ കളർ ചേഞ്ച് ആവോ അങ്ങനെയൊക്കെ ചിന്തയുള്ളവർക്ക് ഈ ഹെർബ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ കൂട്ടി കൊടുത്താൽ മതി, ബനാന ഡ്രൈഡോ അങ്ങനെ എന്തെങ്കിലും. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കിയിട്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രഷ് അലോവേരയുടെ ജ്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റോസ്മേരി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇനി നല്ല ഫ്രഷ് റോസ്മേരിയുടെ ലീഫ് ഉണ്ടെങ്കിലും അതായാലും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ സ്ലെറിയാണ്, അലോവേരയുടെ സ്ലെറിയാണ്. ഞാൻ ഫിൽറ്റർ ചെയ്ത് എടുക്കുമല്ലോ ജ്യൂസ്, അത് കഴിഞ്ഞിട്ടുള്ള സ്ലെറിയാണ് ഞാനിപ്പോൾ ഈ അലോവേരയുടെ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നീട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ല, അതായത് പൈപ്പ് വാട്ടറേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ അലോവേരയുടെ ജ്യൂസ് യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് pH ശരിയായിട്ട് ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നാളത്തേക്ക് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യാതിരിക്കുക.